അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൗദി അറേബ്യയിലെ മദീനക്കും തബൂക്കിനും ഇടയിലുള്ള പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് വാദിൽ ഖുറ എന്നുള്ളത്. അവിടെ സുഅദ ഹാരിസ ദമ്പതികൾക്ക് ഒരു കുഞ്ഞുണ്ടായപ്പോൾ ആ കുഞ്ഞിനവർ സെയ്ദ് എന്നാണ് നാമകരണം ചെയ്തത്. 8 വയസ്സോടടുക്കുമ്പോൾ ഉമ്മയോടൊപ്പം കുടുംബ സന്ദർശനത്തിന് പോകുന്ന അവനെ വഴിയിൽ വെച്ച് ശത്രുക്കൾ ആക്രമിച്ചു. മകനെ നഷ്ടപ്പെട്ട് സങ്കടത്തോടുകൂടി വീട്ടിലെത്തി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉപ്പക്കും സങ്കടമായി. ആ 8 വയസ്സുകാരൻ ഒക്കാശയിലെ ചന്തയിലെത്തി 400 ദിർഹമിന് ഹക്കീം ഇബ്നു ഹിഷാമിന് വിൽക്കപ്പെടുകയാണ് ഉണ്ടായത്. അവർ അവരുടെ അമ്മായി ഖദീജ ബിൻതു ഖുവൈലിദിനെ വിവാഹ സമ്മാനമായി സെയ്ദിനെ നൽകുകയും സെയ്ദിനെ തൻ്റെ ഭർത്താവ് മുഹമ്മദ് ബിൻ അബ്ദുല്ലക്ക് ഖദീജ സമ്മാനമായി നൽകുകയും ചെയ്തു. ആ സെയ്ദിന് മോചനം നൽകി സ്വന്തം മകനെപ്പോലെ നോക്കി. കാലങ്ങൾ പിന്നെയും കഴിഞ്ഞുപോയി. 8-10 വർഷങ്ങൾക്കിപ്പുറം ആ സെയ്ദ് പൂർണ്ണ യുവാവായി വളരുകയും മുഹമ്മദ് ബിൻ അബ്ദുല്ല അൽ അമീനായി തുടരുകയും ചെയ്തു. ആളുകൾ സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്ന് വിളിച്ചു. ജാഹിലിയ കാലഘട്ടത്തിലെ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ബൈത്തുൽ അതീഖിലേക്ക്, പൗരാണിക കഅബയിലേക്ക് എത്തിയ ആരോ സെയ്ദിൻ്റെ കുടുംബത്തോട് പറഞ്ഞു, നിങ്ങളുടെ മകൻ ഇന്ന സ്ഥലത്തുണ്ട് എന്ന്. 1000 സ്വപ്നങ്ങളുമായി അവന് വേണ്ടിയുള്ള മോചനദ്രവ്യവുമായി സെയ്ദും എൻ്റെ പിതാവും പിതൃവ്യനും മക്കയിലേക്ക് വന്നു. പൗരാണിക കഅബയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മുഹമ്മദ് നബിൻ്റെ അടുക്കൽ വന്ന് അവർ പറഞ്ഞു, യബ്ന ഹിഷാം, യബ്ന അബ്ദുൽ മുത്തലിബ്, യബ്ന സയ്യിദി ഖൗമിഹി അൻതും അഹ്ലു ഹറമില്ലാഹി വജീറാനുഹു. അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ, ഹറമിൻ്റെ പരിപാലകർ, അയൽവാസികൾ, ബുദ്ധിമുട്ടുന്നവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്ന ആളുകളൊക്കെയാണ് നിങ്ങൾ. ജിഇനാക ഫീ ഇബ്നിനാ ഇൻദക്, ഞങ്ങളുടെ അടുക്കൽ നിങ്ങളുടെ മകനുണ്ട്, ആ വിഷയം സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്. ഫംനുൻ അലൈനാ വഅഹ്സിൻ ഇലൈനാ ഫീ ഫിദാഇഹി, ഞങ്ങളുടെ ഈ മോചനദ്രവ്യം വാങ്ങി ഞങ്ങളുടെ മകനെ നിങ്ങൾ മോചിപ്പിക്കണമെന്ന്. ആരാണതെന്ന് അന്വേഷിച്ച് സെയ്ദാണെന്നറിഞ്ഞ് അപ്പോൾ അവരോട് പറഞ്ഞു, ഫൈൻ ഇഖ്താറക്കും ഫവലക്കും വൈൻ ഇഖ്താറനി ഫവല്ലാഹി മാ അന ബില്ലദി ഇഖ്താറു അലാ മൻ ഇഖ്താറനി അഹദ. അവൻ നിങ്ങളെ തെരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് അവനെ കൊണ്ടുപോകാം, എന്നാൽ എന്നെ തെരഞ്ഞെടുത്താൽ ഞാൻ അവനെ കൈയൊയ്യുന്നതല്ല. അവർക്ക് സമ്മതമായി, അവർ തൃപ്തിയായി. സെയ്ദ് വന്നപ്പോൾ ചോദിച്ചു, അൽ തഅരിഫു ഹുലാഹി, ആരാണിതെന്നറിയുമോ എന്ന്. പിതാവും പിതൃവ്യനുമാണെന്നറിഞ്ഞപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുല്ല പറഞ്ഞു, ഫാനമൻ ഖദ് അലിംത വറഅയ്ത വഅറഫ്ത സുഹബതി ലക, നിനക്ക് എന്നെക്കുറിച്ചറിയാം ദീർഘകാലമായിട്ട്, നിനക്ക് അവരെ തിരഞ്ഞെടുക്കാം, എന്നെ തിരഞ്ഞെടുക്കാമെന്ന്. ഒന്നും ആലോചിക്കാതെ ആ സെയ്ദ് പറഞ്ഞു, ഞാൻ താങ്കളെയാണ് തിരഞ്ഞെടുക്കുന്നത്. അൻത മിന്നി ബിമകാനിൽ അബി വൽ അം, നിങ്ങൾ എനിക്ക് പിതാവിൻ്റെയും പിതൃവിൻ്റെയും ഒക്കെ സ്ഥാനത്തു തന്നെയാണ് എന്ന്. ദേഷ്യത്തോടു കൂടി സെയ്ദിൻ്റെ പിതാവ് ഹാരിസ് ചോദിക്കുന്നുണ്ട്, വഹ്യക യാ സെയ്ദ് അതഖ്താറുൽ ഉബൂദിയ്യത അലൽ ഹുദ്ദിയ്യ, സ്വാതന്ത്ര്യത്തിനു പകരം അടിമത്വമാണോ നീ തിരഞ്ഞെടുക്കുന്നത് എന്ന്. വഅല അബീക വഅമ്മിക വഅല അഹ്ലി ബൈതിക, പിതാവും പിതൃവ്യനും കുടുംബത്തെയും ഒക്കെ ഉപേക്ഷിക്കുകയാണോ എന്ന്. ഞാനത് തന്നെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നേരെ ആ സെയ്ദുമായി മുഹമ്മദ് നബിയാകുന്നതിന് മുമ്പ് അഖ്റജഹു ഇലൽ ഹിജ്റ ഇസ്മായിലിലേക്ക് കടന്നു ചെന്നിട്ട് പറഞ്ഞു, സെയ്ദ് ഇതാ നിങ്ങളെ സാക്ഷി നിർത്തി പ്രഖ്യാപിക്കുന്നു, സെയ്ദ് എൻ്റെ മകനാണ്, അവൻ എന്നെ അനന്തരമെടുക്കും, ഞാൻ അവനെ അനന്തരമെടുക്കുമെന്ന്. ആ രംഗം കണ്ടപ്പോൾ പിതാവിൻ്റെയും പിതൃവ്യൻ്റെയും മനസ്സുകൾ സംതൃപ്തിയായി. അവരെ തിരിച്ചുപോയി. ആ ദത്തു സമ്പ്രദായം നിരോധിച്ചതിന് ശേഷം വീണ്ടും സെയ്ദ് ബിൻ ഹാരിസയായി. അങ്ങനെ പ്രവാചകനെ ജീവിതത്തിനേക്കാളേറെ, എല്ലാത്തിനേക്കാളും ഏറെ പ്രിയപ്പെട്ടതായി സ്നേഹിച്ചവരായിരുന്നു സഹാബത്ത്. അവരെ പോലെ നമുക്കും പ്രവാചകനെ സ്നേഹിക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.